സാധനകൾ പ്രത്യേകം അഭ്യസിച്ചാൽ ആർക്കും നേടിയെടുക്കാം. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഋഷഭ ചക്രവർത്തി അദ്ദേഹം ബ്രഹ്മനിഷ്ഠനായി, അദ്ദേഹത്തെ അണിമാതി സിദ്ധികൾ അദ്ദേഹത്തിന്റെ സമീപത്തെത്തി, ഞങ്ങളെ അംഗീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. പക്ഷെ അദ്ദേഹം തിരിഞ്ഞുപോലും നോക്കിയില്ല. കാരണം നിങ്ങളെ കൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഇപ്പൊ ആകാശഗമന സിദ്ധി പെട്ടെന്ന് ഇവിടുന്ന് മദ്രാസിൽ പോവാം. അതുകൊണ്ട് ഇപ്പൊ ജീവിതം എങ്ങനെ സഫലമാകുന്നത്? ഇതുപോലെ ഏത് സിദ്ധി കൊണ്ടാണ് ജീവിതം സഫലമാവുക? പരമസത്യത്തെ അറിയുന്നതിൽ കവിഞ്ഞൊരു സിദ്ധി കൊണ്ടും ജീവിതം സഫലമാവില്ല. ചൊവ്വയെക്കുറിച്ച് വ്യക്തമായ അറിവ് കിട്ടി, ജീവിതം സഫലമായോ? ഒരിക്കലും സാധ്യമല്ല. ജീവിതം കുറെ കൂടെ കുഴഞ്ഞു മറിഞ്ഞു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഋഷഭൻ അണിമാതി സിദ്ധികളുടെ നേർക്ക് തിരിഞ്ഞു നോക്കി പോലുമില്ല, പുറകെ നടക്കുകയാണ് എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പൊ പരീക്ഷത്ത് ശുകനോട് ചോദിച്ചു, ഋഷഭൻ ചക്രവർത്തിയല്ലേ? അല്ല, ഋഷഭൻ പൂർണ്ണ ബ്രഹ്മനിഷ്ഠനല്ലേ? അദ്ദേഹത്തിന് ഒന്ന് തിരിഞ്ഞു നോക്കി ഈ അണിമാതി സിദ്ധികളിൽ ചിലതിനെ അംഗീകരിച്ചാൽ എന്താ ദോഷം? അതല്ല ശുഗന്റെ മറുപടി. ദോഷമൊന്നുമില്ല. പക്ഷെ എന്തിനംഗീകരിക്കണം? അതിൽ നിന്ന് എന്ത് കിട്ടാം? സദാ ആനന്ദത്തിൽ മുഴുകി യാതൊരു അതിരുമില്ലാത്ത തൃപ്തി ജീവിതത്തിൽ അനുഭവിക്കുന്ന, ഞാൻ ധന്യനാണ്, ഞാൻ ആനന്ദസ്വരൂപനാണ് എന്നനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഈ ഏതെങ്കിലും സിദ്ധികളിൽ നിന്ന് എന്ത് കിട്ടാനാണ്? ഒന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് വാസിഷ്ഠവും മറ്റും പറയുന്നത്, ഒരു ബ്രഹ്മനിഷ്ഠന് തൃണം ത്രിഭുവനം രാമ, ഈ ത്രിഭുവനം വെറും തൃണം, അത്രയേ ഉള്ളൂ, അതിൽ കവിഞ്ഞൊന്നുമില്ല. അതാണ്. അപ്പോ എന്തറിവും ഒരാൾക്ക് വേണമെങ്കിൽ ഈ ആധ്യാത്മിക തലത്തിൽ നേടാം. പക്ഷെ ഒന്ന് ഓർമ്മിച്ചോളണം, ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാൻ ഉള്ള സാധനകളിലേക്ക് മനസ്സിനെ തിരിച്ചുവിട്ടാൽ ചിലപ്പോ ആത്മാനുഭവത്തിന് അത് തടസ്സമായിത്തീരും. നിശ്ചയമായും ആത്മാനുഭവം വളരെ കാലത്തേക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവനും ചട്ടമ്പിസ്വാമി തിരുവടികൾക്കുമൊക്കെ പല അത്ഭുതകരങ്ങളായ സിദ്ധികളും ഉണ്ടായിരുന്നുവെന്നാണ്. അപൂർവം ചിലപ്പോഴൊക്കെ അത് അവർ കാണിച്ചിട്ടുമുണ്ട്. അവർ പ്രത്യേകം സാധനകൾ ശീലിച്ചിട്ടല്ല, ബ്രഹ്മനിഷ്ഠ ശീലിച്ചതിന്റെ ഇടയ്ക്ക് വന്നു ചേർന്ന സിദ്ധികളാണ്. പക്ഷെ അവരത് ആവർത്തിച്ച് കാണിക്കാനോ ജനങ്ങളെ അത്ഭുതപ്പെടുത്താനോ ഒന്നും ഒരിക്കലും കൂട്ടാക്കിയിട്ടില്ല. അവരുടെ നേർക്ക് കാര്യമായി തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നയാൾ മറ്റൊന്നിന്റെ നേരെയും ഒരിക്കലും തിരിഞ്ഞു നോക്കാറില്ല. അതിന്റെ ആവശ്യമില്ല. സിദ്ധികൾ നേടുന്നത് പോലും സുഖം കിട്ടാനാണ്. ആ സുഖം പൂർണ്ണമായി ശുദ്ധമായി ഒരതിരുമില്ലാതെ കിട്ടുമെന്നിരിക്കെ ഒരു ജീവൻ മുക്തൻ എന്തിനാണ് ഈ സിദ്ധികളുടെ പുറകെ പോകുന്നത്? അവ ഇങ്ങോട്ട് വന്ന് ആശ്രയിച്ചാൽ പോലും ജീവൻ മുക്തൻ അങ്ങോട്ട് അവയെ അംഗീകരിക്കുകയില്ല. അംഗീകരിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. അപ്പോ ഗുരുദേവന് ആ ഒരു ആധ്യാത്മിക രഹസ്യം നമ്മളോട് പറയുന്നു എന്നേ ഉള്ളൂ. ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ല. ഒരു രീതിയിൽ ഒരു സത്യാന്വേഷിക്ക് അറിയാൻ കഴിയാത്ത യാതൊന്നും ഇവിടില്ല. യാതൊന്നും. എന്ന് മാത്രമല്ല, ബ്രഹ്മത്തെ അറിഞ്ഞാൽ ഉപനിഷത്ത് പറയുന്ന എന്താ? എല്ലാം അറിഞ്ഞു. ഏകവിജ്ഞാനേന സർവവിജ്ഞാനം. എന്താ? ബ്രഹ്മത്തെ അറിഞ്ഞു, എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. കാരണം എല്ലാം ബ്രഹ്മം. പുറമേ കാണുന്നത് വെറും നാമരൂപങ്ങൾ. ഇനി എന്താ കൂടുതൽ അറിയാൻ? ആ നിലയിലും ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ല.
ഒന്നും ഇവിടെ ഇല്ല. പിന്നെയോ എന്താ, ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഏന അശ്രുതം ശ്രുതം ഭവതി, ഏന അമതം മതം ഭവതി, ഏന അവിജ്ഞാതം വിജ്ഞാതം ഭവതി എന്നാണ് ഉപനിഷത്തുക്കൾ ഘോഷിക്കുന്നത്. കേൾക്കാത്തതൊക്കെ കേട്ടതാവും, മനനം ചെയ്യപ്പെടാത്തതൊക്കെ മനനം ചെയ്യപ്പെട്ടതാവും, അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്തതൊക്കെ അനുഭവിച്ചറിഞ്ഞതായിത്തീരും. എപ്പോ? ബ്രഹ്മാനുഭവത്തിന്റെ പൂർണ്ണതയോടുകൂടി. ഇതൊക്കെ കേൾക്കുമ്പോൾ ബ്രഹ്മാനുഭവം, ഇങ്ങനെയുള്ള ബ്രഹ്മാനുഭവം നമുക്ക് പറ്റുമോ? നമുക്ക് അത്യന്തം ലളിതമായി പറ്റുമെന്നല്ലേ ഗുരുദേവൻ പറയുന്നത്. സമയെ ആശ്രയിച്ചുകൊണ്ട് ഏത് വസ്തുവും ബ്രഹ്മം 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 എന്ന് കാണൂ. ഇത് ബ്രഹ്മം, ഈ കുടം ബ്രഹ്മം, ഈ കലം ബ്രഹ്മം, ഈ അമീബ ബ്രഹ്മം, ഈ സൂര്യൻ ബ്രഹ്മം എന്ന് സമതൻ വിശേഷം ഏകം. ആ ഏക വിശേഷത്തിൽ മനസ്സിനെ പറ്റിച്ചു നിർത്തൂ, എല്ലാം സാധ്യമാവും. എല്ലാം കുറച്ചുനാൾ അത് അഭ്യസിച്ചാൽ. ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങില്ല. പിന്നെന്താ സാധാരണക്കാരറിയാത്തത്? ഒരു മറവാലറിയില്ല. മായ മറച്ചിരിക്കുന്നു. മായ എല്ലായിടത്തും മറവുണ്ടാക്കുകയാണ്. ഈ ഓരോ ചൊവ്വായെക്കുറിച്ചറിയണമെങ്കിൽ ചൊവ്വായിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി സംയമിച്ചാൽ സാധിക്കും. എന്തിനാണ് ഈ ചൊവ്വായിൽ ഏകാഗ്രപ്പെടുത്തി സംയമിക്കുന്നത്? ചൊവ്വയെ മറച്ചിരിക്കുന്ന മായയുടെ മറ മാറ്റാൻ. അത് മാറ്റിയാൽ എല്ലാം എന്നിലാണ്. എനിക്ക് അതിനെക്കുറിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല വേണമെങ്കിൽ. പക്ഷേ തൽക്കാലം ആ മറവ് നിൽക്കുന്നതുകൊണ്ട് അവയെക്കുറിച്ചൊന്നും അറിയാൻ കഴിയുന്നില്ല. ഒരു ബ്രഹ്മനിഷ്ഠന് മറയൊക്കെ മാറി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നിനെക്കുറിച്ചും അറിയാൻ താല്പര്യമില്ല. സർവം ബ്രഹ്മമയം എന്ന് അദ്ദേഹം അനുഭവിക്കുന്നു. ഇനി എന്തിനെക്കുറിച്ച് അറിയാനാണ്? ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങില്ല, ഒരു മറവാൽ അറിവിയില്ല. എന്നാൽ പിന്നെ ഒരു ബ്രഹ്മനിഷ്ഠൻ ഓരോന്നിനെയും കുറിച്ച് അറിയുന്നുണ്ടോ? ചൊവ്വ ഇങ്ങനെ, അമീബ ഇങ്ങനെ അറിയുന്നുണ്ടോ? ഉണർന്ന് ഇതെല്ലാം അറിയുന്നവരില്ല. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാത്തിനെയും പ്രത്യേകം പ്രത്യേകം അറിയുക എന്ന ഏർപ്പാടേ ഇല്ല. കാരണം ഒരു വിശേഷവുമില്ലേ. പ്രത്യേകം പ്രത്യേകം അറിഞ്ഞിട്ടെന്താ? കുറച്ച് വെള്ളം, കുറച്ച് പഞ്ചഭൂതങ്ങളിൽ ഓരോന്നും കുറേശ്ശെ കുറേശ്ശെ ചേർന്ന് നാമരൂപങ്ങളുണ്ടായിരിക്കുന്നു. ഇപ്പൊ തന്നെ ചൊവ്വയിൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പോകുന്നു, എന്താ വെള്ളമുണ്ടോ ഇല്ലയോ? ഇപ്പൊ വെള്ളം ഒരുപാട് ഭൂമിയിലുണ്ടല്ലോ. ഇപ്പൊ കുടിവെള്ളത്തിന് അല്പ പ്രയാസമുണ്ട്, എങ്കിലും ഇവിടെ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ. അതന്വേഷിച്ച് ഇപ്പൊ ചൊവ്വായി പോണു. ചൊവ്വായിൽ വെള്ളമുണ്ടെന്നറിഞ്ഞതുകൊണ്ട് എന്ത് സാധിക്കാൻ? ചന്ദ്രനിൽ പോയി കഴിഞ്ഞപ്പോൾ തന്നെ അമേരിക്കയും മറ്റും തീരുമാനിച്ചത് എന്താണെന്നോ? അവിടെ ഒരു പ്രയോജനം, അവിടെ ഒരു യുദ്ധത്താവളം സ്ഥാപിക്കാൻ കഴിയും. ഇതാണ് ചന്ദ്രനിൽ പോയതിന്റെ ഏറ്റവും വലിയ പ്രയോജനം. ഇതൊക്കെ എവിടെയും നടക്കുള്ളൂ. എവിടെ ചെന്നാലും ഇനി കുറെ മനുഷ്യർ ചന്ദ്രനിലോ ചൊവ്വായിലോ ചെന്നാൽ അവിടെ കിടന്ന് അടികൂടും, യാതൊരു സംശയവുമില്ല. അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചത്തും കൊന്നും തന്നെ കഴിഞ്ഞുകൂടും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. കാരണം ഭൂമിയിലതാണല്ലോ നടക്കുന്നതിപ്പോ. എവിടെയും വേറെ എന്ത് നടക്കുന്നു ഇവിടെ കാര്യമായി? അതുകൊണ്ട് ഉണർന്ന് ഇതെല്ലാം അറിയുക വരില്ല. ആ സത്യത്തിൽ പൂർണ്ണമായി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം അറിയുക എന്നുവെച്ചാൽ ഓരോന്നും ഓരോന്നും എണ്ണി എണ്ണി അറിയുക. ചൊവ്വ ഇന്നതാണ്, അമീബ ഇന്നതാണ്, ചന്ദ്രൻ ഇന്നതാണ്, അങ്ങനെ അറിയുന്ന ഏർപ്പാടില്ല. അവർക്കങ്ങനെ അറിയേണ്ട ആവശ്യവുമില്ല. ഒരു വസ്തുവേ ഇവിടെ ഉള്ളൂ. ഏകവിജ്ഞാനേന സർവവിജ്ഞാനം. ആ ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാറ്റിനെയും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നിനെയും അറിയാനില്ല. അതുകൊണ്ട് ഒരു മറവാൽ അറിയില്ല. ഉണർന്നിതെല്ലാം അറിയുക വരില്ല. ഇനി
ആ ബ്രഹ്മത്തെ മാറി നിന്നറിയുകയാണോ? അല്ല, ബ്രഹ്മത്തെ അങ്ങനെ മാറി നിന്നറിയാൻ പറ്റില്ല. എന്താ കാര്യം? മാറി നിന്നറിയണമെങ്കിൽ രണ്ട് ഘടകം വേണം: ബുദ്ധിയും അറിയപ്പെടുന്ന വസ്തുവും. ബുദ്ധി ബ്രഹ്മത്തിൽ തന്നെയുള്ള വെറും പരിമിതമായ ഒരു ജഡമാണ്. പരിമിതമായ ഈ ജഡത്തിന് അതിരറ്റ ആ സത്യത്തെ മാറി നിന്ന് അങ്ങനെ അറിയാൻ പറ്റില്ല. കുറെയൊക്കെ അറിയാം, നിശ്ചയമായിട്ടും അനന്തമായ സുഖം. ഗീതയിലും പറയുന്നുണ്ട്, ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം, ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാം. ഉപനിഷത്ത് പറയുന്നു, ദൃശ്യത്തെ ത്വഗ്രിയ ബുദ്ധ്യ, അതിസൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് ആ ബ്രഹ്മത്തെ അറിയാൻ പറ്റും. പക്ഷെ പൂർണ്ണമായി അറിയാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? അതിരറ്റതാകയാൽ. അതിനതിരില്ല, ദേശകാല പരിമിതി ഒന്നുമില്ല. അതിനെങ്ങനെ മാറി നിന്നുകൊണ്ട് പൂർണ്ണമായി അറിയുന്നത്? അതായിത്തീരൂ. നിങ്ങളതാണ്. ഇപ്പോൾ തന്നെ മറമാറുമ്പോൾ നിങ്ങൾ അതാണെന്ന് ബോധ്യപ്പെടും. പിന്നെ മാറി നിന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല. ഭട്ടതിരി പറയും പോലെ സാന്ദ്രാനന്ദാവബോധാത്മകം അവർ ദേശകാലാവധിഭ്യം നിർമുക്തം. ദേശകാല പരിമിതിയൊന്നും ആ സത്യത്തിലില്ല. അഖണ്ഡ ബോധ സത്യം, എങ്ങും നിറഞ്ഞ് വിലസുന്ന സത്യം. അതിനെ മാറി നിന്ന് ബുദ്ധി കൊണ്ടറിയുക. പൂർണ്ണമായി കുറെയൊക്കെ അറിയാൻ കഴിയും, പൂർണ്ണമായി അറിയുക എന്ന പ്രശ്നമേ ഇല്ല. കുറെയൊക്കെ അറിഞ്ഞാൽ തന്നെ ബുദ്ധിക്ക് അതിരറ്റ തൃപ്തി, അതിരറ്റ ധന്യത വന്നു ചേരുകയും ചെയ്യും. അതുകൊണ്ട് അറിവരുവരില്ല, അതിരറ്റതാകയാൽ ഈ അരുമയെ എന്ന ഗുരുദേവൻ ആ പരമസത്യത്തിന്റെ ആനന്ദം അനുഭവിച്ചപ്പോ ആ സത്യത്തെ എന്ത് പേര് ചൊല്ലിപ്പറയുന്നു? അരുമ. നമ്മളൊക്കെ പറയാറില്ലേ, എന്റെ അരുമ മകൻ, അല്ലെങ്കിൽ എന്റെ അരുമയായ വസ്തു. അതുപോലാണ് ആ അരുമയെ, ആ ദിവ്യമായ ആനന്ദനിധിയെ, അരുമയെ ആരറിയുന്നഹോ മാറി നിന്നുകൊണ്ട് പൂർണ്ണമായി ആർക്കാണ് അറിയാൻ കഴിയുക? അഹോ വിചിത്രം. ആ ജഗദീശ്വരനെ കുറിച്ച്, ബ്രഹ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അദ്ഭുതം, അദ്ഭുതം, അദ്ഭുതം. ഗീത പറയും പോലെ ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. ആ സത്യത്തെ ചിലരതിനെ അത്യാശ്ചര്യം പോലെ കണ്ടെത്തുന്നു. വദതി തഥൈവ ചാന്യ. മറ്റൊരാളതിനെക്കുറിച്ച് ആശ്ചര്യം പോലെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ആശ്ചര്യവച്ചൈന മന്യ ശൃണോതി. വേറൊരാൾ ആശ്ചര്യം എന്ന് തന്നെ ആ സത്യത്തെ കേൾക്കുന്നു. ശ്രുത്വാപ്യേനം വേദന ചെയ്വ കശ്ചിത്. ഇത്രയൊക്കെ ആയാലും ആ സത്യത്തെ മാറി നിന്നുകൊണ്ട് ആരും പൂർണ്ണമായി അറിയുന്നില്ല. കുറെയൊക്കെ ആ സത്യത്തെ അനുഭവിക്കാം. നമ്മളൊക്കെ അനുഭവിക്കുന്ന സുഖം, ആനന്ദം ഏതു തരത്തിലുള്ളതായാലും ആ ബ്രഹ്മത്തിന്റെ ആനന്ദം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറെയൊക്കെ ആ സത്യത്തെ മാറി നിന്ന് അനുഭവിക്കാൻ കഴിയുമെന്ന് സ്പഷ്ടം. ഈ ആനന്ദത്തിൽ തന്നെ താരതമ്യമുണ്ടല്ലോ. ചില ആനന്ദങ്ങൾ എല്ലാം മറന്ന് നമ്മൾ അനുഭവിക്കുന്നു. ചിലർ പറയാറില്ലേ, ആ പാട്ട് അരമണിക്കൂർ ആ പാട്ട് കേട്ടിരുന്നു, യാതൊന്നും അറിഞ്ഞില്ല, ആനന്ദത്തിൽ മുഴുകിപ്പോയി. ബ്രഹ്മാനന്ദം തന്നെ. അതുകൊണ്ട് ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ല, ഒരു മറവാൽ അറിവിയില ഉണർന്നിതെല്ലാം അറിവ വരില്ല. അതിരറ്റതാകയാൽ ഈ അരുമയെ ആരറിയുന്നഹോ വിചിത്രം. ഇര മുതലായവ എന്നും ഇപ്രകാരം വരും. ഇനിയും വരവറ്റു നിൽപ്പതേകം അറിവതു. നാം അതുതന്നെ, മറ്റുമെല്ലാവരും അതുതൻ വടിവാർന്നു നിന്നിടുന്നു. ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുന്നിടത്ത്
അനുഭവിക്കുന്നവൻ, അനുഭവിക്കപ്പെടുന്ന വസ്തു, ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഒരു ചക്രവർത്തി രാജ്യം ഭരിക്കുന്നു. ചക്രവർത്തി രാജ്യം ഭരിക്കുന്നയാൾ, രാജ്യം അനുഭവിക്കുന്നയാൾ. ആ രാജ്യം അനുഭവിക്കപ്പെടുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ചക്രവർത്തി ഭോക്താവ്, രാജ്യം ഭോജ്യം. ഇങ്ങനെ എവിടെയും നമ്മുടെ സുഖാനുഭവങ്ങളിൽ എവിടെയും ഭോജ്യം ഭോക്താവ് രണ്ടെണ്ണമുണ്ട്. എല്ലായിടത്തും പ്രാണൻ മനസ്സ്, പ്രാണൻ ഭോക്താവ്, മനസ്സ് ഭോജ്യം. കാരണം അല്പമൊന്ന് ഏകാഗ്രപ്പെട്ടാൽ ഈ മനസ്സിനെ പ്രാണൻ ഭക്ഷിക്കും, എന്നിട്ട് പ്രാണൻ മാത്രമായി ഉയരും. അതുകൊണ്ട് പ്രാണനെയും മനസ്സിനെയും സംബന്ധിച്ചിടത്തോളം പ്രാണൻ ഭോക്താവ്, മനസ്സ് ഭോജ്യം. ഇനിയും മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും സംബന്ധിച്ചിടത്തോളം മനസ്സ് ഭോക്താവ്, ഇന്ദ്രിയ വിഷയങ്ങൾ ഭോജ്യം. ഇന്ദ്രിയങ്ങൾ കാണിക്കുന്ന വിഷയങ്ങളെ അനുഭവിക്കുന്നത് മനസ്സാണ്. അല്ല, ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാനുള്ള കഴിവില്ല. നല്ല രൂപം, അല്ലെങ്കിൽ നല്ല ശബ്ദം, ചീത്ത രൂപം, ചീത്ത ശബ്ദം എന്നിങ്ങനെ. അപ്പം മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, മനസ്സ് ഭോക്താവ്, ഇന്ദ്രിയ വിഷയങ്ങൾ ഭോജ്യം. ഇനി പുറമെ വ്യക്തിയുടെ തലത്തിൽ വന്നാൽ വ്യക്തിക്ക് ഒട്ടേറെ കാര്യം, വ്യക്തി ഭോക്താവ്, ആ ജീവൻ, ഞാൻ ഭോക്താവ്, എനിക്ക് അനുഭവിക്കുവാൻ കുടുംബം, വീട് ഒക്കെ ഞാൻ അനുഭവിക്കുന്ന ഭോജ്യങ്ങളാണ്. ജഡവിഷയങ്ങളൊക്കെ ഇങ്ങനെ തട്ടുതിരിഞ്ഞ് ഭോക്താവും ഭോജ്യവുമായി വർത്തിക്കുന്നു. ഇതിലെ ഭോക്താവും ഭോജ്യവും ഗുരുദേവൻ പറയുന്നു മായയിൽ ഇങ്ങനെ വന്നും പോയും ഇരിക്കും. എല്ലാ കാലത്തും ഭോജ്യം വരും, ഭോക്താവുണ്ടാവും. ഭോക്താവ് വരും, ഭോജ്യമുണ്ടാവും. ഭുജിക്കപ്പെടും, കുറെ നാൾ ഭുജിച്ചിട്ടില്ലാതാകും, വീണ്ടും ഉണ്ടാവും. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ഈ ഭോജ്യങ്ങളും ഭോക്താക്കന്മാരും വന്നും പോയും ഇരിക്കുമ്പോഴൊക്കെ വരാതെയും പോകാതെയും സ്ഥിരമായി നിശ്ചലമായി നിൽക്കുന്ന ഒരു സത്യമുണ്ട്. അതാണ് സത്യം. അത് വരുന്നില്ല, അത് പോകുന്നില്ല. ആ സത്യം എന്താണ്? ബോധം, ബ്രഹ്മം മാത്രം. ബ്രഹ്മമില്ലാതെ ഭോക്താവില്ല, ഭോജ്യവുമില്ല. ഒരു ഘട്ടത്തിലും പ്രാണനായാലും മനസ്സായാലും ഇന്ദ്രിയങ്ങളായാലും ബാഹ്യവിഷയങ്ങളായാലും ബോധമില്ലാതെ ഭോക്താവുമില്ല, ഭോജ്യവുമില്ല. അപ്പോ ഭോക്താവായാലും ശരി, ഭോജ്യമായാലും ശരി, മാറ്റമില്ലാതെ നിൽക്കുന്ന വസ്തുവേത്ത് സ്ഥിരമായി. ഇത് മാത്രം ചിന്തിച്ചുറപ്പിക്കുക. അവനവന്റെ അനുഭവങ്ങളെ ചിന്തിച്ചാൽ മതി. എവിടെ അനുഭവിച്ചാലും നല്ലതനുഭവിക്കുന്നോ ചീത്ത അനുഭവിക്കുന്നോ എന്നൊന്നും വ്യത്യാസമില്ല. മാറാതെ നിൽക്കുന്ന ഘടകമേതാ? ബോധം. ബോധമില്ലയോ അനുഭവമേ ഇല്ല. അതേ അവസരത്തിൽ അനുഭവത്തിൽ തന്നെ ബോധമല്ലാത്ത മറ്റെല്ലാം വരുന്നു പോകുന്നു. പ്രാണചലനം പോലും വരുന്നു, സ്പന്ദിക്കുന്നു, പോകുന്നു, വീണ്ടും സ്പന്ദിക്കുന്നു, പോകുന്നു, വരുന്നു, പോകുന്നു. വരുന്നതും പോകുന്നതുമൊക്കെ ജഡവിഷയങ്ങൾ. അത് മായ. അതെങ്ങനെയെന്നോ എന്തിനെന്നോ ആർക്കും നിശ്ചയിക്കാൻ കഴിവില്ല. അത് വരും, അത് പോകും, അങ്ങനെ അനാദിയും അനന്തവുമായി നടന്നുകൊണ്ടിരിക്കും. മരുഭൂമിയിലെ കാനൽ ജലം മരുഭൂമി ഉള്ളിടത്തോളം അനാദിയും അനന്തവുമായി വസ്തുബോധമില്ലാത്തവർക്ക് ഉണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കും. അതുപോലാണ് മായ. അതുകൊണ്ട് അതിനെ അത്ര ഗണിക്കണം. പക്ഷേ ഗണിക്കേണ്ടതെന്തിനെ? ഈ വന്നും പോയും ഇരിക്കുന്ന ഭോക്തൃഭോജ്യ വിഷയങ്ങളിൽ മാറാതെ, വരാതെ, പോവാതെ
നിൽക്കുന്ന വസ്തുവേത് അറിവ്, അറിവത്, അത് ബോധം. എത്ര ക്ലിയർ, എത്ര സ്പഷ്ടം! ഇതിലപ്പുറം സ്പഷ്ടമായി എന്ത് പറയണം? ഇതിലപ്പുറം എന്ത് സത്യദർശനം ഇവിടെ ആർക്ക് കിട്ടാൻ പോകുന്നു? അതറിവ്, അത് നാം, അത് തന്നെ, നമ്മളൊക്കെ അത് തന്നെ. ആ അറിവ് തന്നെ, ബോധം തന്നെ. ജഡം ബോധം രണ്ടെണ്ണം. അത് നമ്മൾ ബോധം, നമ്മൾ ബ്രഹ്മം. ബോധം തന്നെ ബ്രഹ്മം, സംശയിക്കേണ്ട കാര്യമേ ഇല്ല. അറിവതു, നാം അതു തന്നെ. മറ്റ് എല്ലാവരും അതു തൻ വടിവാർന്നു നേടുന്നു. മറ്റും എല്ലാവരും, കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ ഗുരുദേവൻ നമ്മോട് പറയുന്നു, നാം അതു തന്നെ, മറ്റും എല്ലാവരും അതു തൻ വടിവാർന്നു നിന്നിടുന്നു. ഇവിടെ ആർക്കെന്ത് സംശയം? ഞാൻ ബോധമാണ്. ആവർത്തിച്ചുറപ്പിക്കുക. അതിലെവിടെയാണ് സംശയം? ഉണ്ട് എന്നനുഭവിക്കുന്ന വസ്തു ബോധം. ഞാനല്ലാതെ ഉണ്ട് എന്നനുഭവിക്കാൻ നമ്മുടെ വ്യക്തിത്വത്തിൽ മറ്റാരാണുള്ളത്? മറ്റാരുമില്ല. മറ്റെല്ലാം മാറി മാറിപ്പോകുന്നു. മനസ്സ് പോലും, പ്രാണൻ പോലും ചലിച്ചു മാറുന്നു ഓരോ നിമിഷവും. മനസ്സാണെങ്കിൽ വിചാരവികാരങ്ങളിൽ കൂടി ഓരോ നിമിഷവും വന്നും പോയിന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രാണനുൾപ്പെടെ മറ്റെല്ലാം ജഡം വന്നും പോയിന്നിരിക്കുന്നു. നേരെ മറിച്ച് മാറ്റമില്ലാതെ ഞാനുണ്ട്, ഞാനുണ്ട്, എനിക്ക് പ്രാണനുണ്ട്, മനസ്സുണ്ട്. ഞാനുള്ളതുകൊണ്ടാണ് പ്രാണനും മനസ്സുമുള്ളതായിത്തീരുന്നത്, ശരീരമുള്ളതായിത്തീരുന്നത്, പ്രപഞ്ചമുള്ളതായിത്തീരുന്നത്. ഞാനില്ലെങ്കിലോ എല്ലാം ശൂന്യം. അങ്ങനെ ഈ ഞാൻ അത് വരുന്നില്ല, അതൊരിടത്തും പോകുന്നില്ല, അത് സ്ഥിരമായി നിൽക്കുന്നു. അതുകൊണ്ട് നാം അതുതന്നെ, ആ അറിവ് തന്നെ നമ്മൾ. അതിന്റെ ശുദ്ധരൂപം ഒന്ന് മറമാറ്റിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും വേണ്ട. നാം അതുതന്നെ, മറ്റും എല്ലാവരും അതുതൻ വടിവാർന്നു നിന്നിടുന്നു. മറ്റെല്ലാവരും, അമീബ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ മറ്റെല്ലാം അതുതൻ വടിവാർന്നു നിന്നിടുന്നു. ആ ബോധത്തിന്റെ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. എന്താ? ഉണ്ട്, ഉണ്ട് എന്ന അനുഭവത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നു. എല്ലാവരിലും സ്ഥിതി ചെയ്യുന്ന ബോധം ഒന്നാണ്, അഖണ്ഡബോധം. മറമാറുന്നതോടുകൂടി അത് സുവ്യക്തമായി തെളിയും. പല ബോധങ്ങളില്ലിവിടെ. തൽക്കാലം പല ബോധമുണ്ടെന്ന് തോന്നുന്നത് ജഡത്തിന്റെ പരിമിതി കൊണ്ട് മാത്രം. ആകാശം പലതുണ്ടെന്ന് തോന്നുന്നില്ലേ? കുടത്തിലെ ആകാശം, മുറിയിലെ ആകാശം എന്ന് തോന്നുന്നതല്ല. കുളം, മുറി എന്ന ഉപാധികളുള്ളതുകൊണ്ട് ആകാശം പലതുണ്ടെന്നതുപോലെ തോന്നുന്നു. വാസ്തവത്തിൽ പലതില്ലല്ലോ. ആകാശത്തെയും കടന്നു നിൽക്കുന്ന അഖണ്ഡബോധം ബ്രഹ്മം പിന്നെ എങ്ങനെയാണ് പലതായിത്തീരാൻ? അതൊരിക്കലും പലതായിട്ടില്ല. പലതായി കാണുന്നതൊക്കെ അതിലെ മായാഭ്രമങ്ങൾ. ഇത് രാപകൽ ചിന്തിച്ചുറപ്പിക്കുക. എവിടെയായാലും, എവിടെ എന്ത് കർമ്മത്തിലേർപ്പെട്ടിരിക്കുമ്പോഴും കൃഷ്ണൻ പറയുന്നു, അത് ചേതസ സർവകർമാണി മയി സന്യസ്യ. സർവകർമ്മങ്ങളും, സർവകർമാണ്യഭി സദാ കുറുവാണോ. എടോ, എന്ത് കർമ്മമോ എപ്പോ വേണമോ ചെയ്തോളൂ. പക്ഷെ ഈ സത്യം ഓർമ്മിക്കൂ, കർമ്മമില്ലാത്തത്, കർമ്മരഹിതമായ, ചലനരഹിതമായ, ആനന്ദരഹിതമായ ബോധം മാത്രമാണ് ഉള്ളത്. ഞാൻ അതാണ്, നാം അതുതന്നെ, മറ്റെല്ലാവരും അതുതൻ വടിവാർന്നു നിന്നെടുക്കുന്നു. ഒരു സംശയവുമില്ലേ ഭാഷയിൽ പോലും. ഭാഷയിൽ പോലും ഒരു സംശയവും ഇല്ല. ഇര മുതലായവ
എന്നും ഇപ്രകാരം വരും. ഇര എന്ന് വെച്ചാൽ ഭോജ്യം, ഭുജിക്കപ്പെടുന്ന വസ്തു. ഇര ഭക്ഷിക്കപ്പെടുന്ന വസ്തു, അതിന്റെ കൂടെ ഭോക്താവും ചേർത്തോളണം. അപ്പോ ഇര മുതലായവ, ഭോജ്യവും ഭോക്താവും ഒക്കെ എന്നും മായയുടെ കളിയാണ്. ഇപ്രകാരം വരും, ഇനിയും വരവറ്റു നിൽപ്പതേകമാകും. വരവും പോക്കും ഒന്നുമില്ലാതെ സ്ഥിരമായി നിൽക്കുന്ന വസ്തു ഒന്നേ ഒന്ന്. എന്താണത്? അറിവതു. അതറിവാണ്, അത് ബോധമാണ്, അത് ബ്രഹ്മമാണ്. അങ്ങനെ സ്ഥിരമായി നിൽക്കുന്ന സത്യം ബ്രഹ്മമാണ്. നാം അതുതന്നെ, നമ്മൾ അതുതന്നെയാണ്. മറ്റുമെല്ലാവരും അത് വടിവാറുന്നു, നിന്നിടുന്നു. എല്ലാവരും അത് തന്നെയാണ്. ഈ സത്യമാണ് നമുക്ക് അനുഭവിച്ചറിയേണ്ടത്. അനുഭവിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. ഗുരുദേവൻ തന്നെ പറഞ്ഞ സമയെ ആശ്രയിക്കുക, അന്യയെ വിടുക. പലതിങ്ങനെ ഇത് കുടം, ഇത് കലം, ഇത് ചന്ദ്രൻ, ഇത് സൂര്യൻ എന്ന് കാണിക്കുന്ന നിരവധി വിശേഷങ്ങളുള്ള അന്യയെ മാറ്റി നിർത്തിയിട്ട് സമയെ ആശ്രയിച്ച് ഇത് ഈശ്വരൻ, ബ്രഹ്മമെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈശ്വരൻ, ശാസ്ത്രീയമായ ഈശ്വരൻ ബ്രഹ്മമാണ്. ഈശാവാസ്യമിതം സർവം. ഇതീശ്വരൻ, ഇതീശ്വരൻ, ഇതീശ്വരൻ. ഒന്നും പേടിക്കണ്ട. മനസ്സിന് ഇത്രയും മോശമായ വസ്തുവിനെ ഈശ്വരനായി കാണാൻ ഒരു കുഴപ്പമില്ല. ഭഗവാൻ ഒരു കുഴപ്പവും സംഭവിക്കില്ല. കണ്ടോളൂ, നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. അതിനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. ആത്മോപദേശ ആവർത്തിച്ച് കേൾക്കുന്നതുകൊണ്ട് അത് സംഭവിക്കും. അത്ര ഗംഭീരം. എടുത്തു പോകുന്തോറും ആത്മോപദേശ ശതകം അതിഗംഭീരമായിട്ട് തോന്നുന്നു. ഗുരുദേവനും ഭഗവാനും ഇക്കാര്യത്തിൽ നമ്മയൊക്കെ അനുഗ്രഹിച്ചരുളുമാറാകട്ടെ. പ്രണാമം.